നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസം വൻ ഭൂചലനം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഇതാ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരിക്കുകയാണ്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണ് സുനാമി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലാസ്ക, ഹവായി, ന്യൂസിലൻഡിന് തെക്ക് തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളും സുനാമി മുന്നറിയിപ്പുണ്ട്. ലോകത്തെ ഒന്നടങ്കം വിറപ്പിച്ച് ഇപ്പോൾ റഷ്യയിലും അതുപോലെ തന്നെ ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചിരിക്കുകയാണ്. വളരെ ഭയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയപ്പാടിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ എത്രത്തോളം ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഹോണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള വലിയൊരു സുനാമിയാണ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ കണക്ക് പ്രകാരം ഏകദേശം 30 സെന്റിമീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകളാണ് ആഞ്ഞടിച്ചത്. ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിലായിരുന്നു ഈ സുനാമി തിരകൾ ആഞ്ഞടിച്ചത്. റഷ്യയുടെ കുറിൽ ദ്വീപുകളിലെ പ്രധാന വാസസ്ഥലമായ സെവേറോ കുരിൽസ്കിന്റെ തീരപ്രദേശം ഇവിടങ്ങളെല്ലാം സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. ഗവർണർ വലേരി ലിമാരേങ്കോ ആണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. ആളുകൾ സുരക്ഷിതരാണ്. ഭീഷണി അവസാനിക്കുന്നത്, അതായത് സുനാമി തിരമാലകൾ അടങ്ങുന്നത് വരെ ഉയർന്ന സ്ഥലങ്ങളിലാണ് ആളുകളായിരിക്കുന്നത്. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഭയപ്പാട്, അതായത് സുനാമി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പൊക്കെ ജനങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഹവായ്, ചിലി, ജപ്പാൻ, സോളമൻ ദ്വീപുകളിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽ നിരപ്പിൽ നിന്നും 1 മുതൽ 3 മീറ്റർ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില തീരപ്രദേശങ്ങളിൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ജനങ്ങളെ സുരക്ഷിതരാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ റഷ്യയിലെ കംചടക ഉപദ്വീപിൽ ഭൂകമ്പമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജപ്പാനിലും അതുപോലെ തന്നെ റഷ്യയിലുമൊക്കെ ഇത്തരത്തിൽ സുനാമി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മുന്നറിയിപ്പുകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം ആ സുനാമി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. പസഫിക് സമുദ്രത്തിലെ പെട്രോപാവ്ലോവ്സ്ക് കംചാറ്റ്സ്കി നഗരത്തിന് തെക്ക് കിഴക്കായി 126 കിലോമീറ്റർ അകലത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ ശക്തമായ സുനാമി തിരകൾ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. റഷ്യയിലെ സെവേറോ കുറിൽസ്ക് മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളടക്കം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ജനങ്ങളെയൊക്കെ അത് ഭയപ്പെടുത്തിയിരുന്നു. പസഫിക് സമുദ്രത്തിൽ പെട്രോപാവ്ലോവ്സ്ക് കാംചാറ്റ്സ്കി നഗരത്തിന് തെക്ക് കിഴക്കായി 126 കിലോമീറ്റർ അകലെയായിരുന്നു ഭൂകമ്പത്തിന്റെ കേന്ദ്രം. 2011 ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സുനാമി വന്നതോടെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിക്കുകയും ആണവ നിലയം സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. എന്നാലും ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിലും സുനാമി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജാഗ്രതയോടെയാണ് ജനങ്ങളായിരിക്കുന്നത്. തീരപ്രദേശത്തു നിന്നും ഒഴിപ്പിക്കൽ നടപടികൾ അടക്കം തുടങ്ങിയിട്ടുണ്ട്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജൂലൈ 20 റഷ്യയിൽ 1 മണിക്കൂറിനിടെ 5 ഭൂകമ്പം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പസഫിക് സമുദ്രത്തിൽ പെട്രോപാവ്ലോവ്സ്ക് കാംചാറ്റ്സ്കി നഗരത്തിനടുത്തായിരുന്നു അന്ന് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. തുടർച്ചയായി ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 6.7 മുതൽ 7.4 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ മേഖലയ്ക്ക് 300 കിലോമീറ്റർ ചുറ്റളവിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. പക്ഷേ പിന്നീട് ചിലയിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. 8.3 തീവ്രത രേഖപ്പെടുത്തിയ 7 ഭൂകമ്പങ്ങളാണ് പ്രദേശത്ത് അന്നുണ്ടായത്. 1952 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് ആളപായം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത് വലിയ സുനാമി ഉണ്ടാകുമെന്ന ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് നയിച്ചിരുന്നു. അത്തരമൊരു മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടിരുന്നില്ല. മാത്രമല്ല കടലിനടിയിലെ സങ്കീർണവും ശക്തവുമായ ഭൂമിശാസ്ത്ര പ്രക്രിയകൾ കാരണമാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം ഭൂചലനം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈയിടയ്ക്കാണ് US സംസ്ഥാനമായ അലാസ്ക തീരത്ത് വൻ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ അന്ന് 7.3 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു.
പ്രാദേശിക സമയം 12:37 ഈ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന് പിന്നാലെ തെക്കൻ അലാസ്കയിലും അലാസ്ക ഉപദ്വീപിലും അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാൻഡ് പോയിന്റ് എന്ന ദ്വീപ് നഗരത്തിൽ നിന്ന് ഏകദേശം 87 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായി അധികൃതർ കണ്ടെത്തിയത്. തെക്കൻ അലാസ്കയിലും അലാസ്ക ഉപദ്വീപിലും അലാസ്കയിലെ കെനഡി എൻട്രൻസ് മുതൽ യൂണിമാക് പാസ് വരെയുള്ള പസഫിക് തീരങ്ങളുമായിരുന്നു സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് വളരെ അകലെയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരുന്നു. ഭൂകമ്പ സാധ്യതയേറിയ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായിരുന്നു അലാസ്ക. 2023 ജൂലൈയിൽ അലാസ്കൻ ഉപദ്വീപിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. പക്ഷെ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 7.0 മുതൽ 7.9 വരെ തീവ്രതയുള്ള ഭൂചലനങ്ങൾ വലിയ ഭൂകമ്പമായാണ് കണക്കാക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഓരോ വർഷവും ലോകമെമ്പാടും ഇത്തരത്തിലുള്ള 10 മുതൽ 15 വരെ ശക്തമായ ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. 1964 മാർച്ചിൽ 9.2 തീവ്രത രേഖപ്പെടുത്തിയതാണ് അലാസ്കയിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം. അന്ന് 250-ലധികം ആളുകൾ മരിച്ചിരുന്നു. എന്തായാലും ലോകം മുഴുവൻ ഒരു ഭയപ്പാടോടെ ആയിരിക്കുകയാണ്. റഷ്യയിൽ ഭൂചലനം ഉണ്ടാകുന്നു, തുടരെ ഉണ്ടായ ചില ഭൂചലനങ്ങൾ, അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഭൂചലനം ഉണ്ടാകുന്നു, പിന്നാലെ ജപ്പാനിൽ സുനാമി ഉണ്ടാകുന്നു. ലോകം വളരെ ഭയപ്പാടിലായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.